1997 തരംഗം തീർത്തൊരു സിനിമ. ഒരു ഭീമൻ പാമ്പ് മനുഷ്യരെ പിടിക്കുന്നു. അനകൊണ്ട. ആ സിനിമയുടെ ഒരു റീബൂട്ട് എടുക്കാൻ 4 പേർ ഇറങ്ങുന്നു. അവർക്ക് കൂട്ടിനായിട്ട് ഒരു അതിഥിയും. ഷൂട്ടിംഗ് ലൊക്കേഷനോ ഒറിജിനൽ ആമസോൺ കാടുകൾ. എന്നാൽ അവർക്ക് അറിയത്തില്ലായിരുന്നു കാട്ടിലൊരു കൂറ്റൻ സാധനം അവരെയും കാത്തിരിപ്പുണ്ടെന്ന്. മറ്റൊരതിഥി ഇരപിടിക്കാൻ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. 2025 ഇറങ്ങിയ അനകൊണ്ട ഈ സിനിമയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വെൽക്കം ബാക്ക്. ഈ കഥ ആരംഭിക്കുന്നത് ബ്രസീലിലാണ്. അവിടുത്തെ ആമസോൺ മഴക്കാടുകളിൽ. അവിടെ കാട്ടിലായിട്ടൊരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിക്കകത്തിരിക്കുന്നത് ഒരാണും ഒരു പെണ്ണും, കപ്പിളാണ്. അതിലെ ലേഡിയുടെ പേര് അന്ന. അവളിപ്പോൾ ഒരു മാപ്പ് നോക്കുന്നുണ്ട്. ആ മാപ്പ് നോക്കിയിട്ട് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ബോട്ട് സംഘടിപ്പിക്കണം. ബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ അവളത് പറയുമ്പോൾ ബോയ് ഫ്രണ്ടിന് പേടിയായി. നീ എന്തൊക്കെയാ അന്ന ഈ പറയുന്നത്? നമ്മളിവിടെ ഉണ്ടാവാനേ പാടില്ലാത്തതാണ്. ഇത് ആമസോൺ കാടുകളാണ്. ഈ കാടിന് നമ്മൾ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. എന്നാൽ ബോയ് ഫ്രണ്ട് അത് പറഞ്ഞു തീർന്നതും എന്തോ ഒരു ശബ്ദം കേട്ടു പുറത്തുനിന്ന്. ആരോ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഈ സമയത്താണ് വണ്ടിയുടെ മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. എന്തോ മുകളിലേക്ക് ഒന്ന് ചാടിയതുപോലെ. അത് പതുക്കെ അപ്പുറത്തേക്ക് മാറി. ഈ സമയം സംശയം തോന്നുന്ന അന്ന വണ്ടിയിലെ കർട്ടൻ മാറ്റി നോക്കി. പെട്ടെന്നാണ് ഒരു കുരങ്ങൻ ആ ചില്ലിന്റെ അടുത്തേക്ക് വരുന്നത്. അത് പെട്ടെന്ന് ചില്ലിൽ വന്ന് ഇടിച്ചപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നീട് അത് കുരങ്ങനാണെന്ന് മനസ്സിലാവുമ്പോൾ അവർക്ക് സമാധാനമായി. ഇപ്പൊ എന്നെ പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ വന്ന കാര്യമുണ്ടല്ലോ, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. പിന്നെ നിനക്ക് പേടിയാണെങ്കിൽ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോയിക്കോ. എന്തായാലും ഈ പരിപാടി തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ബോയ് ഫ്രണ്ട് അവളെ പരമാവധി വിളിച്ചു നോക്കി. പക്ഷെ അവൾ കേൾക്കുന്നില്ല. ആ വണ്ടിയുടെ കുറച്ച് അപ്പുറത്തായിട്ട് അവളുടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവൾ നേരെ ചെന്നിട്ട് ആ ബൈക്ക് എടുക്കാണ്. ഇതേ സമയം തന്നെ വേറെ കുറച്ച് ടീം ആ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതിലൊരുത്തരിപ്പോ ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ അവിടുന്ന് ബൈക്ക് എടുക്കുന്ന അന്നയെ കണ്ടു. ഇവർ അന്നയാണ് തെരഞ്ഞു വന്നത്. ഇപ്പൊ അന്ന അവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നത് കാണുമ്പോൾ അവർ വേഗം തന്നെ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടുകയാണ്. അമ്മരങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ അന്ന ബൈക്ക് എടുത്തു. എന്നിട്ട് വളരെ വേഗത്തിൽ അവിടുന്ന് ഓടിച്ചു പോവാണ്. ഇത് കാണുന്ന അമ്മരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡെക്കിലേക്ക് വന്നു. ആ നദിയുടെ കരയിലായിട്ട്. അതിനടുത്ത് തന്നെ അവരുടെ ഒരു സ്പീഡ് ബോട്ടും പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 പേരും ആ സ്പീഡ് ബോട്ടിലേക്ക് ഇറങ്ങി. എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്നിട്ട് ആ ബോട്ടിൽ ഇടിക്കുന്നത്. അതോടുകൂടെ അതിലുണ്ടായിരുന്ന മൊട്ടത്തലയും താഴേക്ക് വീണു. മറ്റോ നോക്കുമ്പോൾ അതൊരു ഭീമൻ പാമ്പാണ്, അനകൊണ്ട. അതിപ്പോ ആ മൊട്ടത്തലേനെ പിടിച്ചു. എന്നിട്ട് അയാളിങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ്. ഈ സമയം മറ്റവനാണെങ്കിൽ ആ മൊട്ടത്തലേനെ രക്ഷിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും അനകൊണ്ട ആ മൊട്ടത്തലേനെയും കൊണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, അനകൊണ്ട. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഒരു നായകൻ. ഇവന്റെ പേര് ഡഗ്. ഇവന്റെ ജോലി ഈ കല്യാണ വീഡിയോ ഒക്കെ എടുക്കലാണ്. പക്ഷെ ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമ പിടിക്കാന്നുള്ളതാണ്. അതോടെ ഇപ്പൊ കല്യാണ വീഡിയോ ആണെങ്കിലും ഒരു സിനിമ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് അവൻ ചിത്രീകരിക്കാറുള്ളത്. ഇപ്പൊ അവന്റെ 2 ക്ലയൻസിന് ഒരു സീൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതും ഒരു ഹൊറർ ആംബിയൻസിൽ. മ്യൂസിക് ഒക്കെ അവൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ ആ ക്ലയന്റ് ചോദിക്കുന്നത്, അല്ല ഇത് ഞങ്ങളുടെ കല്യാണ വീഡിയോ അല്ലേ, ഹൊറർ സിനിമയൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും കിടന്ന് പൊലിപ്പിക്കുന്നത്? ശരിയാണ്, നിങ്ങളുടെ കല്യാണ വീഡിയോ ആണ്. എന്നാൽ ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് പുതിയൊരു രീതിയിലാണ്, ഒരു ഹൊറർ ആംബിയൻസിൽ. അങ്ങനെയാകുമ്പോൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് വാച്ച് ചെയ്യാൻ ഒരു മടുപ്പും കാണത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അവന്റെ ആ ഒരു കൺസെപ്റ്റിനോട് അവന്റെ ക്ലയൻസ് ഓക്കെ ആവുന്നില്ല. അവർക്ക് വേണ്ടത് സാധാരണ ഒരു കല്യാണ വീഡിയോ ആണ്, നല്ല റൊമാൻറ്റിക് സോങ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ടുള്ളത്. അവർ ആ കാര്യം പറയുമ്പോൾ അവനാണെങ്കിൽ ശരിക്കും നിരാശയായി. ഇനി കാണിക്കുന്നത് അടുത്ത നായകൻ. ഇവന്റെ പേര് ഗ്രിഫ്. ഇവനൊരു ചെറിയ നടനാണ്. ഈ സീരീസിലൊക്കെ അഭിനയിക്കുന്നത്. ഒരു വലിയ സിനിമാ നടനാകണം എന്നാണ് ഇവന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുകളൊന്നും ഇതുവരെ അവന് തേടി വന്നിട്ടില്ല. ഇന്നിപ്പം ഒരു സീരീസിലാണ് അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മേക്കപ്പ് റൂമിലിരിക്കുകയാണ് അവൻ. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഡയറക്ടർ അവനെ ഷോട്ടിന് വിളിച്ചു. ഒരു ഹോസ്പിറ്റലാണ് ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഒരു രോഗി അടക്കുന്നുണ്ട്. ആ രോഗിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് അവിടെയുള്ള മെയിൻ ഡോക്ടർക്ക് ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അതാണ് ഷോട്ട്. അങ്ങനെ അവൻ ഡയലോഗ് പറയാൻ തുടങ്ങി. പക്ഷെ അവൻ എങ്ങനെയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ടും ഡയറക്ടർക്ക് അത് ഓക്കെ ആവുന്നില്ല. 3 തവണ മോഡുലേഷൻ മാറ്റിയൊക്കെ അയാൾ അവനെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. പക്ഷെ എന്നിട്ടും അയാൾക്ക് ഓക്കെ ആവുന്നില്ല. അതുകൊണ്ട് ആളെ മാറ്റിയേക്കെന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ ഗെറ്റൗട്ട് അടിച്ചു. വളരെ നിരാശയോടെയാണ് അവൻ ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവൻ ആ സ്റ്റുഡിയോയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ അവിടുത്തെ ചുമരിലായിട്ട് കുറെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് 1997 ഇറങ്ങിയ അനകൊണ്ടയുടെ പോസ്റ്ററാണ്. കുറച്ച് സമയം അവൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഇവന്റെ ഒരു ഫേവറേറ്റ് സിനിമ കൂടെയാണത്. അതിനിടയിലാണ് അവന് ഡെഗിന്റെ ഒരു വോയിസ് മെയിൽ വരുന്നത്. ഈ ഡെഗിന്റെ ഒരു കളിക്കൂട്ടുകാരനാണ് അവൻ. ഡെഗ് അതിൽ അവനോട് പറഞ്ഞിരിക്കുന്നത്, എത്ര കാലമായിട്ട് നിന്നൊന്ന് കണ്ടിട്ട് നിനക്ക് ഇടയ്ക്ക് എന്നെ ഒന്ന് കാണാൻ വന്നൂടേതാണ്. അത് കേൾക്കുമ്പോൾ ഗ്രിഫിനും വിഷമമായി. ഒന്നാമത് ഈ സിനിമയിലൊന്നും അധികം ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഇവൻ അങ്ങനെ ഫ്രണ്ട്സിനൊന്നും കാണാൻ പോകാത്തത്. പക്ഷെ ഇപ്പം ഡെഗിനെ കാണാൻ പോവാം എന്ന് തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി ഡെഗിന്റെ ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡെഗിന് ഭാര്യ ഒരു മകനുമാണുള്ളത്.
ഇപ്പൊ ഡെക്കിന്റെ പുറകിൽ വന്ന് കഴുത്തിന് പിടിച്ചൊരുത്തനെ കണ്ടില്ലേ, ഇവന്റെ പേര് കെന്നി. ഇവനും ഈ ഡെക്കിന്റെ ഒരു കളിക്കൂട്ടുകാരനാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പൊ ഒരു ലേഡി വന്ന് കണ്ടില്ലേ, ഇവളുടെ പേര് ക്ലെയർ. അതായത് ഇവര് 4 പേരാണ് ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. ഡഗ്, ഗ്രിഫ്, പിന്നെ കെന്നി, ക്ലെയർ. ഇവർക്ക് 4 പേർക്കും സിനിമയോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ക്ലെയറും ഡഗും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗ്രിഫ് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടെങ്കിലും ഗ്രിഫിനെ കുറെ കാലത്തിന് ശേഷമാണ് ഡഗ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡഗിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഗ്രിഫ് ഇപ്പം എല്ലാവരും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവനൊരു സർപ്രൈസ് പൊട്ടിക്കാണ്. അതൊരു കാസറ്റ് ആയിരുന്നു. 13 വയസ്സുള്ളപ്പം ഇവരെല്ലാവരെയും വെച്ച് ഡഗ് ഒരു ഷോർട്ട് ഫിലിം പിടിച്ചു. ദ ക്വാച്ച് എന്നായിരുന്നു അതിന്റെ പേര്. അതിന്റെ കാസറ്റ് ആയിരുന്നത്. അത് കാണുമ്പോൾ ഡഗിനൊരു അത്ഭുതമായിരുന്നു. കാരണം ഈ കാസറ്റിന്റെ കോപ്പിയൊക്കെ എന്നേ നഷ്ടപ്പെട്ടു എന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ ഇത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരെയും കാണുകയെ ഗ്രിഫ് അത് പ്ലേ ചെയ്തു. ഇവർ ഫ്രണ്ട്സ് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു കരടി ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും? ഇതാണ് ആ ഷോർട്ട് ഫിലിമിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടെ ഒരു ഷെഡിനകത്ത് പെട്ടു. കരടിയാണെങ്കിൽ ഇപ്പൊ പുറത്തു നിൽക്കുന്നു. ഇനിയിപ്പോ കരടിയെ കൊല്ലാതെ അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കരടിയെ കൊല്ലാൻ വേണ്ടി ഗ്രിഫ് ഒരു തോക്കുമായിട്ട് ഇറങ്ങാണ്. എന്നിട്ട് അവൻ കരടിക്ക് നേരെ ഷൂട്ട് ചെയ്തു. അവിടെ ഓൾറെഡി എക്സ്പ്ലോസീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പൊട്ടിത്തെറിച്ച് കരടി മരിക്കുന്നു. ഇതാണ് ആ ഷോർട്ട് ഫിലിമിൽ കാണിക്കുന്നത്. നല്ല കിടിലനായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഈ ഡഗിനെ സംബന്ധിച്ച് അവൻ ഇന്ന് കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അത്. അങ്ങനെ പിറ്റേ ദിവസമായി 4 ഫ്രണ്ട്സും കൂടെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. പഴയ ഓരോരോ കാര്യങ്ങളാണ് അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ 1997 ഇറങ്ങിയ ആ ആനക്കൊണ്ട എന്ന സിനിമയെക്കുറിച്ചും അവർ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം അവർ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അഭിനയിച്ച ആക്ടേഴ്സിനെ കുറിച്ചാണ്. പിന്നീട് ആ പാമ്പിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നു. ഈ സമയം കെന്നി അതിലെ പാമ്പിനെ ഇവരുടെ ജീവിതവുമായിട്ടാണ് ഉപമിക്കുന്നത്. അതായത് നമ്മളെ വേട്ടയാടുന്ന നമ്മുടെ ജീവിതം. അങ്ങനെ അനക്കൊണ്ട എന്ന് പറയുന്ന വിഷയത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന സമയത്താണ് ഡഗ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഈ 97 ഇറങ്ങിയ അനക്കൊണ്ടയുടെ റൈറ്റ്സ് സ്വന്തമാക്കി. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇതിന്റെ റീബൂട്ട് എടുത്തുകൂടാ? 3 ആഴ്ചത്തെ ഷൂട്ട് നേരെ ആമസോണിലേക്ക് വിടാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെട്ടെന്ന് അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം എല്ലാവരും ഒന്ന് ഷോക്കായി. അത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ക്ലെയർ അഭിനയിക്കാം, കെന്നി ഷൂട്ട് ചെയ്യട്ടെ, ഡഗ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് ഡയറക്റ്റ് ചെയ്യും. ഗ്രിഫ് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം കെന്നി അപ്പം തന്നെ അതിന് സമ്മതിച്ചു. എന്നാൽ ക്ലെയറിനോട് ചോദിക്കുമ്പോൾ ക്ലെയർ പറയുന്നത് ഞാൻ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, ഇപ്പം ഞാൻ എങ്ങനെയാണ് ആമസോണിലേക്ക് വരുന്നത്. എന്നാൽ ഗ്രിഫ് അവളെയും പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അവസാനം അവളും സമ്മതിച്ചു. കാരണം ഈ ഗ്രിഫും ഇവളും ചെറുപ്പത്തിലെ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ ഇപ്പം അവള് വേറെയാണ് കല്യാണം കഴിച്ചതെന്ന് മാത്രം. എന്നാൽ അതാണെങ്കിൽ ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഗ്രിഫ് ഇവളെ നിർബന്ധിക്കാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരുടെ കൂട്ടത്തിൽ കാശുള്ളത് ഇവക്കാണ്. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറും കൂടെ ആയിട്ടാണ് അവൻ ക്ലെയറിനെ ക്ഷണിക്കുന്നത്. ഇനിയിപ്പോൾ സമ്മതിക്കാനുള്ളത് ഡഗ് മാത്രമാണ്. അവൻ ഓക്കെ പറയാത്തോണ്ട് ഗ്രിഫ് ഇപ്പം അവനെ മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി. ഡഗിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഭാര്യയും മകനും ഉണ്ട്. അതുകൊണ്ട് ജോലി കളഞ്ഞിട്ട് സിനിമ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവര് പട്ടിണിയിലാവും. അതുകൊണ്ടാണ് എനിക്കിതിൽ താല്പര്യമില്ലാത്തത് എന്നാണ് ഡഗ് പറയുന്നത്. അതേക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഡഗ്, ചെറുപ്പം മുതലേ നമ്മുടെ ആഗ്രഹം എന്താണ്? സിനിമ പിടിക്കണം. എന്നിട്ട് ഇതുവരെയായിട്ട് നടന്നിട്ടില്ലല്ലോ. നമ്മൾ അറിയപ്പെടുന്ന ആരും ആയില്ല. ഇങ്ങനെ മരിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ സിനിമ പിടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വപ്നമാണ് നിറവേറ്റാൻ പോകുന്നത്. അതുകൊണ്ട് ശരിക്കും ആലോചിച്ചിട്ട് നീ പറ. പക്ഷെ ഗ്രിഫ് എന്തൊക്കെ പറഞ്ഞിട്ടും അവനതിന് സമ്മതിക്കുന്നില്ല. അവസാനം എന്നാ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഗ്രിഫ് അവിടുന്ന് പോയി. അങ്ങനെ സമയം രാത്രി ഡഗ് അവർ വീട്ടിലിരിക്കുമ്പോൾ അവന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു. ഇവൻ ആ സിനിമയ്ക്ക് ഓക്കെ പറയാത്തത് ഇവന്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ അവനോട് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ആ സിനിമ പിടിക്കുന്നില്ല എന്ന് വെച്ച്? ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നല്ലേ. നിങ്ങളെ പരിചയപ്പെട്ട അന്നു മുതൽ നിങ്ങൾക്ക് സിനിമയാണ് ഏറ്റവും വലുത് എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടിക്കാലം മുതലൊക്കെ ഉള്ള നിങ്ങളുടെ ആഗ്രഹമല്ലേ? അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ പറയുന്നത്, നീ പറഞ്ഞത് ശരിയാണ്, ചെറുപ്പം മുതൽ ഹോളിവുഡ് സിനിമ പിടിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊരു ഫാന്റസിയാണ്. ഇനിയിപ്പോൾ ഞാൻ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാശും സമയവും എല്ലാം വേസ്റ്റ് ആവും. മാത്രമല്ല ഇനിയിപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ ഇത് തിയേറ്ററിൽ ഇറക്കാൻ പറ്റുന്ന എന്താണ് ഉറപ്പ്? അതൊക്കെ വെറുതെ ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ പരിപാടി വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഡഗ് പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ സമയം ഡഗ് നേരെ പോകുന്നത് അവന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തോ അവനൊരു മൂഡ് വരുന്നില്ല. അതുകൊണ്ട് അവൻ വണ്ടി എടുത്ത് ഒരു റൈഡിന് പോവാണ്. ആ വണ്ടി ഓടിക്കുന്ന സമയം ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിൽ തീരുമാനിച്ചു. അതുകൊണ്ട് അവൻ നേരെ പോകുന്നത് ഗ്രിഫിന്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്ന് ഗ്രിഫ് വാതിൽ ഓർക്കുമ്പോൾ ഒരേ ഒരു കാര്യമാണ് അവൻ പറയുന്നത്, നമ്മൾ അനക്കൊണ്ട റീബൂട്ട് ചെയ്യാൻ പോകുന്നു. അതേക്കുന്ന ഗ്രിഫിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഉടനെ തന്നെ ഡഗ് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. ദ അനക്കൊണ്ട റിട്ടൺ ബൈ ഡഗ് മക്കാലിസ്റ്റർ. അങ്ങനെ സ്ക്രിപ്റ്റിന്റെ വർക്ക് നടക്കുന്നതിനിടയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുന്നുണ്ട്. അവർ 4 പേരും ബഡ്ജറ്റ് ഇടാൻ വേണ്ടി നേരിട്ട് ആമസോൺ കാർഡുകളിൽ ചെന്ന് ഷൂട്ട് ചെയ്യാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 ആഴ്ചത്തെ ഷൂട്ടിംഗ് ആണുള്ളത്. പിന്നെ കുറച്ച് VFXന്റെ പരിപാടി, പിന്നെ SFXന്റെ പരിപാടി. പിന്നെ ഇവർക്ക് വേണ്ടത് ഒരു റിവർ ബോട്ട്, പിന്നെ അതിന്റെ ഒരു ക്യാപ്റ്റൻ. ഈ ക്യാപ്റ്റനായിരിക്കണം ഇവരെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുന്ന് വെളിയിലേക്ക് കൊണ്ടുവരേണ്ടതും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നല്ല വലിപ്പമുള്ള ജീവനുള്ള ഒരു അനക്കൊണ്ട. അതിന് റെന്റിന് എടുക്കേണ്ടി വരും. ഡഗിപ്പ് ആ കാര്യം പറയുമ്പം പാമ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് കെന്നി ഏറ്റു. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് 2.5 മില്യൺ ആണ് അവർ ബഡ്ജറ്റ് ഇടുന്നത്. പക്ഷെ ഇത്രയും പൈസ അവരാരുടെ കയ്യിലുമില്ല. അതുകൊണ്ട് ലോൺ എടുക്കാൻ വേണ്ടി അവരൊരു ബാങ്കിലേക്ക് പോയി. വളരെ പ്രതീക്ഷയോടെയാണ് അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്.
എന്നാൽ ബാങ്ക് മാനേജർ അവർക്ക് കൊടുക്കുന്ന ലോൺ $9,400. ഈ ഒരു കാരണം കൊണ്ട് അവർ ബഡ്ജറ്റ് കുറച്ച് $43,000 ആക്കി. അത്രയും പൈസ ഇവരെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ റെഡിയാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ്. സാധാരണ ആനക്കൊണ്ട സിനിമകൾ പോലെ വലിയൊരു പാമ്പ് വന്നിട്ട് ആൾക്കാരെ കൊല്ലുന്നു, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു മെസ്സേജ് വേണം, അല്ലെങ്കിൽ ഒരു തീം വേണം. ഡഗും ഗ്രിഫും കൂടെ ഇപ്പോൾ ആ കാര്യമാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയായി. എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരക്ഷരം പോലും ഇതൊന്നും മാറ്റണ്ട എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിയുമ്പോഴാണ് കെന്നി എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കാര്യം പറയുന്നത്. ഇതിലെ ക്യാമറാമാൻ അവനെ ആക്കണമെന്ന്. ഇപ്പൊ അവനങ്ങനെ പറയാനുള്ള കാരണം ഈ ഡെഗിന്റെ വെഡ്ഡിംഗ് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ കെന്നിയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഷൂട്ട് ചെയ്ത സമയത്ത് അവൻ വെഡ്ഡിംഗ് കേക്ക് മൊത്തം കോളാക്കി. അത് കാരണം ഡെഗ് ഇവനെ ഫയർ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അവൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ദയവ് ചെയ്ത് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കണം. കളിക്കൂട്ടുകാരനല്ലേ, പാവമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഡെഗ് അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റായി. ഇന്ന് തന്നെ യാത്ര പുറപ്പെടണം. ഡെഗ് അതിനു വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ മകൻ വന്നിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് ഡെഗിന്റെ തന്നെ പേര് എഴുതിയ ഒരു ട്രോഫി ആയിരുന്നു. അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി കാണിക്കുന്നത് ബ്രസീൽ, അവിടുത്തെ ആമസോൺ കാടുകൾ. അതിന്റെ ഇടയിൽ കൂടെ ഒരു പാമ്പിനെ പോലെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന ആ നദി. വളരെ മനോഹരമായ കാഴ്ച. ഇനിയിപ്പം നമുക്ക് അവിടുത്തെ പോർട്ടിലേക്ക് പോവാം. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ അന്നയുണ്ടല്ലോ, അവൾ അവളുടെ ബൈക്കിൽ ഇപ്പം ആ പോർട്ടിലേക്ക് എത്തി. അവന്മാർ അവളെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരു ടെൻഷനിലുമാണ്. ഈ സമയം തന്നെ നമ്മുടെ ഡെഗും കൂട്ടിനും അങ്ങോട്ട് എത്തി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു വാനിലാണ് അവരങ്ങോട്ട് വന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതിന്റെ ഇടയിലാണ് ഡെഗ് വന്നിട്ടൊരു കാര്യം പറയുന്നത്. നമ്മുടെ ഈ യാത്രയുടെ സമയത്ത് ഞാൻ ആനക്കൊണ്ടകളെ കുറിച്ച് വായിക്കുകയായിരുന്നു. അവർ ഇര പിടിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇര പിടിക്കാൻ വേണ്ടി അവറ്റകൾ വെയിറ്റ് ചെയ്യുന്നത് വെള്ളത്തിന്റെ അടിയിലാണ്. എത്ര ദിവസം വേണമെങ്കിലും ഒരനക്കം പോലും ഇല്ലാതെ. അതിന് ഇര അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ ചാട്ടത്തിന് പാമ്പതിരെ പിടിക്കും, എന്നിട്ട് വരിഞ്ഞു മുറുക്കും. 1000 ടൺ പ്രഷറാണ് ഉണ്ടാവുക. രക്ഷപ്പെടാൻ പോയിട്ട് ഇരയ്ക്കൊന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഇരയുടെ ലങ്സിൽ നിന്ന് ഓക്സിജനൊക്കെ പോയി അപ്പം തന്നെ ഇര മരിക്കും. അതിനുശേഷം പാമ്പതിനെ വിഴുങ്ങും. ഇതാണ് ആനക്കൊണ്ട ഇര പിടിക്കുന്ന രീതി. ഡഗ് അത്രയും പറഞ്ഞു കഴിയുമ്പോൾ, ഓ അപ്പൊ ആ ആനക്കൊണ്ട സിനിമയിൽ കാണിച്ചൊക്കെ സത്യമാണല്ലേ? ഗ്രിഫിൻ ആ ചോദ്യം കേൾക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് മറ്റൊരാളാണ്. ഇവന്റെ പേര് സാന്റിയാഗോ. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ആനക്കൊണ്ട പിടിച്ചിട്ടാണ് അവർ മരിച്ചത്. പിടിച്ച ഉടനെ തന്നെ എന്റെ ഗ്രാൻഡ് മദറിനെ ആ പാമ്പിങ്ങനെ വരിഞ്ഞു മുറുകി. അതോടുകൂടെ ഗ്രാൻഡ് മദറിന്റെ 2 കണ്ണുകളും തെറിച്ചുപോയി. അങ്ങനെ ശ്വാസം മുട്ടി എന്റെ ഗ്രാൻഡ് മദർ മരിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഡെഗും കൂട്ടിന് ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയത്താണ് കെന്നിക്ക് ഒരു ഡൗട്ട്. അല്ല, താങ്കൾ ആരാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഓ സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പേര് സാന്റിയാഗോ. നീക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പാമ്പിനെ വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? ഒറിജിനൽ ആനക്കൊണ്ട, അതിനെ കൊണ്ടുവന്നാണ് ഞാൻ. സാന്റിയാഗോ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം കെന്നിക്ക് ആളെ മനസ്സിലായി. കാരണം ഇവർ തമ്മിലാണ് ആ പാമ്പിന്റെ കാര്യം ഡീൽ ചെയ്തിരുന്നത്. ഈ സമയം തന്നെ അന്നയാണെങ്കിൽ ഇപ്പൊ ഒരു ബാറിലേക്ക് പോയി. അവളെ തെരഞ്ഞു നടക്കുന്നവന്മാര് ആ ഏരിയയിൽ തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. അത് മനസ്സിലായതും അവൾ അവിടുത്തെ ഒരു സീറ്റിലേക്ക് ചെന്നിരുന്നു. എങ്ങാനും അവന്മാരെ അവളെ കാണുകയാണെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവൾ അവിടെ കിടന്നിരുന്ന ഒരു കത്തിയോ എടുത്തു. പക്ഷെ അവന്മാർ അവളെ കാണുന്നില്ല. അവിടേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം അവന്മാർ അവിടുന്ന് പോയി. ഈ സമയം തന്നെ സാന്റിയാഗോ ആണെങ്കിൽ ഡെഗിനെയും കൂട്ടി നേരെ കൊണ്ടുവന്നത് അവന്റെ ട്രക്കിന്റെ അടുത്തേക്കാണ്, പാമ്പിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നാൽ പാമ്പിനെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവനൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഈ പാമ്പുണ്ടല്ലോ, അതിനെനിക്ക് കിട്ടിയ സമയത്ത് അത് മരിക്കുന്ന അവസ്ഥയിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ മനുഷ്യർ തന്നെ. ഇവിടെ ഇല്ലീഗലായിട്ട് സ്വർണം കുഴിച്ചെടുക്കുന്ന കുറച്ച് ആൾക്കാർ കറങ്ങി നടക്കുന്നുണ്ട്. അവന്മാർ ഇവിടുത്തെ പുഴയിൽ മെർക്കുറി കലക്കി. അങ്ങനെയാണ് ഈ പാമ്പ് ആ അവസ്ഥയിലായത്. പിന്നെ കുറെ കാലം കഷ്ടപ്പെട്ട് ഞാൻ അതിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരായിരുന്നു. കുറച്ച് സെന്റിമെന്റൽ ആയിട്ടാണ് സാന്റിയാഗോ ആ കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഒരു പാമ്പിനെയല്ലേ താൻ രക്ഷിച്ചത്, അതിന് ഇത്രയും സെന്റിമെന്റ്സ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഗ്രിഫാണ് അത് ചോദിച്ചത്. എന്നാൽ ആ ഒരു ചോദ്യം സാന്റിയാഗോക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹേ മിസ്റ്റർ, ഇത് വെറും ഒരു പാമ്പല്ല, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മാത്രമല്ല ഈ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസും കൂടെയാണത്. അതുകൊണ്ട് കുറച്ച് റെസ്പെക്ട് ഒക്കെ കാണിക്കും എന്നും പറഞ്ഞിട്ട് സാന്റിയാഗോ അവർക്ക് ആ പാമ്പിനെ കാണിച്ചു കൊടുത്തു. ഇതിന്റെ പേര് ഹെയ്തോർ. ആ ട്രക്കിന്റെ പുറകിലായിട്ട് അതിനൊരു കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാമ്പാണത്. ഇപ്പോൾ വളരെ അത്ഭുതത്തോടെ എല്ലാവരും അതിനെ നോക്കുമ്പോൾ അതൊരൊറ്റ ചീറ്റില്. അത് കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം സാന്റിയാഗോ പറയുന്നത്, ഈ ചെറുതിനെ കണ്ടിട്ടാണോ നിങ്ങൾ ഇത്ര ഞെട്ടുന്നത്? ഇതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ളത് ആ കാട്ടിലുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവൻ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് കെന്നിക്ക് വീണ്ടും ഒരു ഡൗട്ട്. അല്ല, ഈ ആനക്കൊണ്ട പാമ്പുകൾ അതിന്റെ ഇരയെ വിഴിയും കഴിഞ്ഞാൽ അതിനെ തുപ്പിക്കളയെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുള്ളതാണോ? പിന്നെ അതും ഉള്ളതാണ്. ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ നിങ്ങളെങ്ങാനും പാമ്പ് പിടിക്കുകയാണെങ്കിൽ അത് പിടിച്ച ഉടനെ ചാവുന്നതായിരിക്കും നല്ലത്. എങ്ങാനും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യക്കേടാണ്. രക്ഷപ്പെട്ടവനെ പിടിക്കാൻ ഉറപ്പായിട്ടും പാമ്പ് തിരിച്ചു വരും. പക്ഷെ അത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് എപ്പോൾ വരും ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ച് മരിക്കാനായിരിക്കും വിധി. അതുകൊണ്ട് പാമ്പെങ്ങാനും നമ്മളെ പിടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ മരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് സാന്റിയാഗോ പറയുന്നത്. ഈ സമയം അന്നയാണെങ്കിൽ ആ റെസ്റ്റോറന്റിൽ തന്നെ ഇരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്തായിട്ട് ഒരുത്തൻ അടിച്ച് ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. അവന്റെ മുമ്പിൽ ഒരു ബോട്ടിന്റെ കീയും. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബെനഡിക്റ്റ എന്ന് പറയുന്ന ആ ബോട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇതേ ബോട്ടിലാണ് ഡെഗിനും കൂട്ടർക്കും പോകാനുള്ളത്. അവനടിച്ച് ഫിറ്റായി കിടക്കുന്നുണ്ട്. അവൾ നൈസായിട്ട് ആ കീ ഇങ്ങെടുത്തു. ഈ സമയം തന്നെ സാന്റിയാഗോ ആണെങ്കിൽ ആ പാമ്പിന്റെ കൂടെടുത്തിട്ട് ബോട്ടിലേക്ക് വെച്ചു.
അങ്ങനെ എല്ലാവരും ഇപ്പോൾ ആ ബോട്ടിലേക്ക് കയറുമ്പോഴാണ് അന്യ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവളിപ്പോൾ ഒരു നാടകം ഇറക്കുകയാണ്. അതൊരു പ്രശ്നമുണ്ട്. ഈ ബോട്ട് എൻ്റെ അച്ഛൻ്റെയാണ്. അച്ഛനെ തീരെ വയ്യാത്തോണ്ട് പുള്ളിക്ക് വരാൻ പറ്റത്തില്ല. മാത്രമല്ല ഇത് സർവീസിന് കൊടുക്കാൻ വേണ്ടി ഇത് എടുത്തുകൊണ്ട് പോകാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അച്ഛന് കൊടുത്ത കാശൊക്കെ ഞാൻ റീഫണ്ട് ചെയ്യാം, നിങ്ങൾ വേറെ ഏതെങ്കിലും ബോട്ട് വിളിച്ചോ എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞങ്ങളൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇനിയിപ്പോൾ വേറെ ബോട്ടൊന്നും കിട്ടത്തില്ല, ദൈവത്തോർത്ത് നിങ്ങളെങ്കിലും ഞങ്ങളൊന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഡെഗ് അവളുടെ കാല് പിടിച്ചു. അവസാനം ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നൊരു ഡീലിൽ അവളതിന് സമ്മതിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കിയതിന് ശേഷം അന്ന ചെന്നിട്ട് വേഗം തന്നെ ബോട്ട് എടുത്തു. ബാക്കിയുള്ളവരെല്ലാവരും കാഴ്ചയെ ആസ്വദിച്ചുകൊണ്ട് ആ ബോട്ടിന്റെ മുകളിലത്തെ ഡെക്കിൽ നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ ബോട്ടിന്റെ ഉൾഭാഗം മൊത്തം ചെക്ക് ചെയ്തു. അടിപൊളി സെറ്റപ്പാണ് ആ ബോട്ടിനകത്ത്. എല്ലാവർക്കും അത് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ പോർട്ടിൽ നിന്ന് അവരുടെ ബോട്ട് പോയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഈ അന്വേഷിച്ചുകൊണ്ട് നടന്നൊരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു താടിക്കാരൻ. അവനിപ്പോൾ ആ പോർട്ടിലിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ അയാളോട് പറയുന്നത്, കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിൽ ഈ പോർട്ട് വിട്ടുപോയ മുഴുവൻ ബോട്ടുകളുടെയും ഡീറ്റെയിൽസ് എടുക്കുക. ഭീഷണിയുടെ സ്വരത്തിലാണ് താടിക്കാരൻ അത്രയും പറയുന്നത്. അതോടെ തന്നെ മൊട്ടത്തലയും വേഗം അതെടുത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി ഡെഗും കൂട്ടരും ആ ബോട്ടിലിരുന്ന് ഇന്നത്തെ രാത്രി അടിച്ചു പൊളിക്കാണ്, മദ്യപാനമൊക്കെ ആയിട്ട്. നാളെ രാവിലെ തന്നെ അവർ ഷൂട്ടിംഗ് ആരംഭിക്കും. അങ്ങനെ പിറ്റേ ദിവസമായി പ്ലാൻ ചെയ്ത പോലെ രാവിലെ തന്നെ അവർ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഗ്രിഫാണ് ഈ സിനിമയിലെ നായകൻ. നായികയായിട്ട് അഭിനയിക്കുന്നത് ക്ലെയർ. ആദ്യം ഗ്രിഫിന്റെയും ക്ലെയറിന്റെയും ചില സീനുകളൊക്കെ അവരെടുത്തു. പിന്നെ പാമ്പിന്റെ ചില സീനുകളുണ്ട്, അതായത് പാമ്പ് എഴഞ്ഞു വരുമ്പോൾ അതെന്തൊക്കെ കാണുന്നുള്ളത്. അത് ഷൂട്ട് ചെയ്യുന്നത് സാന്റിയാഗോയും കെന്നിയും കൂടെയാണ്. അങ്ങനെ ഇന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രിയായി. എല്ലാവരും ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ ക്ലൈമാക്സിലെ ചില പോർഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിൽ നമുക്കൊരു ഹെഡ് ഫൈറ്റ് വെക്കാന്നൊക്കെ. എല്ലാവർക്കും ഇത് സമ്മതമായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ അന്നയുണ്ടായിരുന്നു. അവക്കത്തെല്ലാം കിട്ടി ശരിക്കും ബോറടിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് ആ പെട്ടിയിൽ വെച്ചിരിക്കുന്ന ആ ആനക്കൊണ്ട ഉണ്ടല്ലോ, അതിപ്പോ പുറത്തു വന്നു. എന്നിട്ട് അത് ബോട്ടിനകത്തു കൂടെ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് പുറത്തേക്ക് പോവാണ്. പല റൂമുകളിലായിട്ടാണ് ഓരോരുത്തർ കിടന്ന് ഉറങ്ങുന്നത്. ഈ പാമ്പ് ഓരോ റൂമും വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതാരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല. അങ്ങനെ അവസാനം അതിപ്പോ ഗ്രിഫ് കിടക്കുന്ന റൂമിലേക്ക് എത്തി. എന്നാൽ ഗ്രിഫ് ഉറങ്ങിയിട്ടില്ലായിരുന്നു. പാമ്പ് ഇങ്ങനെ അതിന്റെ തലയും പൊക്കി നിൽക്കുന്ന കണ്ട് ഗ്രിഫ് ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ ഈ സമയത്താണ് ജനലിലായിട്ടൊരു പക്ഷി വന്നിരിക്കുന്നത്. പക്ഷിയെ കണ്ടതും പാമ്പ് ഒറ്റ ചാട്ടത്തിന് പക്ഷിയെ പിടിച്ചു. അത് കണ്ട് ഗ്രിഫ് ആണെങ്കിൽ ഉറക്കെ നിലവിളിച്ചു പോയി. അങ്ങനെ ഉടനെ തന്നെ അവൻ എല്ലാവരെയും വിളിച്ചെഴുന്നേപ്പിച്ചു. എന്നിട്ട് അവൻ സാന്റിയാഗോനെ കുറെ വഴക്കും പറഞ്ഞു. നിന്റെ അശ്രദ്ധ കാരണമാണ് ആ പാമ്പ് പുറത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവനത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് സാന്റിയാഗോ അവർക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ ബോട്ടിനകത്തുള്ള സീനുകളൊക്കെ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ അവർ എടുക്കാൻ പോകുന്നത് ഗ്രിഫും പാമ്പും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. അതിനുവേണ്ടി സാന്റിയാഗോ ഒപ്പം ആ പാമ്പിനെ പിടിച്ച് അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം അവർ വേഗം തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പാമ്പ് ഇപ്പം ഗ്രിഫിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ്. ഒരു പെർഫെക്റ്റ് ഷോട്ട് കിട്ടാൻ വേണ്ടി കുറെ സമയം ഡഗ് അതിന് എടുക്കുന്നുണ്ട്. എന്നാൽ പാമ്പ് ഇങ്ങനെ അവന്റെ നേരെ തലയുടെ മുമ്പിൽ നിൽക്കുന്ന കാരണം ഗ്രിഫിനാണെങ്കിൽ ശരിക്കും പേടിയായി. അവൻ എത്ര പറഞ്ഞിട്ടും ഡഗ് ആണെങ്കിൽ ഷൂട്ടിംഗ് നിർത്തുന്നുമില്ല. അതിനിടയിലാണ് പാമ്പ് ഒന്ന് ചീറ്റുന്നത്. അത് കണ്ട് പേടിക്കുന്ന ഗ്രിഫ് പാമ്പിന് ഒരൊറ്റ തട്ട്. അതോടുകൂടെ അത് നേരെ വെള്ളത്തിലേക്ക് വീണു. എന്നാൽ വെള്ളത്തിലേക്ക് വീണ പാമ്പ് നേരെ പോകുന്നത് ബോട്ടിന്റെ അടിയിലെ ആ കറങ്ങുന്ന പ്രൊപ്പല്ലർ ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്കാണ്. അതിൽ തട്ടി പാമ്പ് ഇങ്ങനെ പീസായിട്ട് ചെതറിപ്പോയി. അതിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്ന് കാണുമ്പോൾ സാന്റിയാഗോ ആണെങ്കിൽ വളരെ സങ്കടത്തോടെ ഉറക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. ആ ഹെയ്ത്തോർ എന്ന് പറഞ്ഞ പാമ്പ് സാന്റിയാഗോന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പാമ്പിനൊരു ഫ്യൂണറൽ നടത്തുകയാണ്. അതിന്റെ കഷ്ണങ്ങളൊക്കെ ഒരു സാധനത്തിന്റെ മുകളിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് തന്നെ അവർ കത്തിച്ചു കളഞ്ഞു. എന്നാൽ ഈ സമയം കുറച്ച് ദൂരെ നിന്നും ഒരുത്തിനൊരു ബൈനോക്കുലർ വെച്ച് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ബോട്ടിലിരുന്നിട്ട് അവൻ വെള്ളത്തിന്റെ നടുവിലാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം അവന്റെ ബോസായ താടിക്കാരന് ഇൻഫോർമേഷൻ കൊടുത്തു. ഇവരിവിടെ എന്തോ പാമ്പിന്റെ ഫ്യൂണറൽ നടത്തുകയാണ്. ആ താടിക്കാരനാണ് ഈ കാട്ടിൽ നിൽക്കുകയാണ്. അയാൾക്ക് സംശയമായി, പാമ്പിന്റെ ഫ്യൂണറലോ, ഇതെന്താ അമ്മമാർക്ക് വട്ടാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് ബോട്ടിലിരിക്കുന്നവൻ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവന് പേടിയായി. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനെയും കാണുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടേക്കൊന്ന് സെർച്ച് ചെയ്തതിനു ശേഷം ആ പിന്നെയും ബൈനോക്കുലർ എടുത്തു. എന്നാൽ പെട്ടെന്നാണ് ഒരു ഭീമൻ ആനക്കൊണ്ട അങ്ങോട്ട് ചാടി വീഴുന്നത്. അതിപ്പോൾ ആ ബോട്ടിലിരിക്കുന്നവനെ പിടിച്ചു. എന്നിട്ട് അവനെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്തു. അതിങ്ങനെ ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന സീനുണ്ടല്ലോ, ഇതൊരു അടിപൊളി സീനായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഗ്രിഫ് ഇപ്പം സാന്റിയാഗോനെ കാണാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവനിപ്പോൾ അവിടെ ഒരു ഡെക്കിൽ വിഷമിച്ചിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ടായ ആ പാമ്പ് മരിച്ചതുകൊണ്ട്. ഗ്രിഫ് കാരണമാണല്ലോ ആ പാമ്പ് മരിച്ചത്. അതുകൊണ്ട് ഗ്രിഫ് ചെന്നിട്ട് അവനോട് കുറെ സോറിയൊക്കെ പറഞ്ഞു. അതിനുശേഷം കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ നല്ല കൂട്ടായി. ഈ സമയത്താണ് ഗ്രിഫ് സാന്റിയാഗോന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നത്. നമ്മുടെ ഷൂട്ടിംഗ് ഇപ്പം ആ പാമ്പ് മരിച്ചു പോയത് കാരണം നിന്നുപോയി. ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യണ്ടേ, അതിന് മറ്റൊരു പാമ്പിനെ കിട്ടണം. അതിനിപ്പോൾ എന്ത് ചെയ്യും? ഗ്രിഫിന് ആ ചോദ്യം കേൾക്കുമ്പോൾ സാന്റിയാഗോ പറയുന്നത്, ആനക്കൊണ്ട പാമ്പിനെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? ഇത് ആമസോണാണ്,
ഇവിടെ ഇഷ്ടം പോലെ പാമ്പുകളുണ്ട്, നമുക്ക് പോയിട്ട് ഒരെണ്ണത്തിൽ പിടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സാന്റിയാഗോ ഗ്രിഫിനെയും കൂട്ടി നേരെ കാട്ടിലേക്ക് ഇറങ്ങി. ഈ കാട്ടിനകത്തേക്കും വെള്ളം കയറി കിടക്കുന്നുണ്ട്. അതിലെയാണ് അവർ ആ പാമ്പിനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത്. സാന്റിയാഗോ ആണ് മുന്നിൽ നടക്കുന്നത്. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം അവന് പാമ്പ് അവിടെ ഉണ്ട് എന്ന ഏകദേശം ഒരു സൂചനയും കിട്ടി. അങ്ങനെ കുറെ നടന്നു കഴിഞ്ഞപ്പം അവർ രണ്ടുപേരും ഇങ്ങനെ സെപ്പറേറ്റ് ആയി. ഗ്രിഫ് ഇപ്പൊ കുറെ പുറകിലാണ്. അതിനിടയിലാണ് ആ ഭീമൻ ആനക്കൊണ്ട ഇവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ഇടയിലൂടെ വരുന്നത്. അതിപ്പോ സാന്റിയാഗോയുടെ പുറകിലാണ്. അതായത് ഇവർ രണ്ടുപേരും ആ പാമ്പിനെ കണ്ടതുമില്ല. അങ്ങനെ പിന്നീട് ഗ്രിഫ് തിരിഞ്ഞു നോക്കുമ്പോൾ സാന്റിയാഗോനെ കാണുന്നുമില്ല. ഗ്രിഫിന് ശരിക്കും പേടിയായി. ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നവൻ അവിടെ പോയി. അവൻ ഉടനെ തന്നെ ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി നേരെ ബോട്ടിലേക്ക് ഓടി. എന്നാൽ സാന്റിയാഗോയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവൻ ആ പാമ്പിനെ അന്വേഷിച്ചുകൊണ്ട് ഇപ്പൊ കാടിന്റെ വേറൊരു ഭാഗത്തേക്ക് എത്തി. എന്നാൽ ഈ സമയം തന്നെ ആ ഭീമൻ ആനക്കൊണ്ട അവനെ ഫോളോ ചെയ്തിട്ട് അവന്റെ പുറകിൽ വരുന്നുണ്ട്. പെട്ടെന്ന് എന്തൊരു ശബ്ദം കേട്ടപ്പം സാന്റിയാഗോ അവന്റെ ഒരു ഫ്ലെയർ കത്തിച്ചു. എന്നാൽ ഈ സമയത്താണ് പാമ്പ് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. അതിപ്പോ വെള്ളത്തിനടിയിലൂടെ അവനെ പിടിച്ച് ഇങ്ങനെ ചുറ്റി വരിഞ്ഞു. സാന്റിയാഗോയ്ക്ക് ആണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ പാമ്പ് അവനെയും കൊണ്ട് അവിടുന്ന് പോയി. ഈ സമയം തന്നെ ഗ്രിഫ് നേരെ ബോട്ടിലേക്ക് ചെന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. സാന്റിയാഗോനെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ അന്വേഷിച്ച് പോവാണ്. എന്നാൽ ഗ്രിഫിനെ ഒറ്റയ്ക്ക് പോവാൻ ബാക്കിയുള്ളവർ സമ്മതിക്കുന്നില്ല. ഞങ്ങളും നിന്റെ കൂടെ വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും സാന്റിയാഗോനെ അന്വേഷിച്ചിറങ്ങി. അവരുടെ കൂട്ടത്തിൽ പന്നയുണ്ട്. അങ്ങനെ അവരിപ്പം അവനെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവരൊരു വാന് കാണുന്നത്. അവരിപ്പോൾ പതുക്കെ ആ വാനിന്റെ അടുത്തേക്ക് നടന്നു. ഈ സമയം തന്നെ ആ അന്യെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവന്മാരുണ്ടല്ലോ, അതിൽ ആ താടിക്കാരൻ ഇപ്പോൾ അവരുടെ ബോട്ടിലേക്ക് കയറി. എന്നാൽ ബോട്ടിൽ നോക്കുമ്പോൾ അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ കാട്ടിൽ നിൽക്കുകയാണ്. 2-3-4 പേരുണ്ട്. അവരുടെ കയ്യിൽ 2 ബൈക്കുകളും ഉണ്ട്. ഇപ്പൊ അന്യെ ബോട്ടിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ കാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അധികം ഉള്ളിലേക്ക് അവർ പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് അവരെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ഡഗ്ഗും കൂട്ടരും ആ വാനിന്റെ അടുത്തേക്ക് എത്തി. അവിടെ ആരെയും കാണാത്തോണ്ട് അവർ വാനിന്റെ ഉള്ളിലേക്ക് കയറി. ഈ സമയത്താണ് പുറത്തുനിന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. അവർ ആ വാനിന്റെ ചില്ലിലൂടെ വെളിയിലേക്ക് ടോർച്ച് അടിച്ചു. എന്നാൽ പെട്ടെന്നാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർ കാണുന്നത്. ആനക്കൊണ്ട ഇപ്പം സാന്റിയാഗോനെ അവരുടെ മുമ്പിലേക്ക് തുപ്പി. മാത്രമല്ല അടുത്ത സെക്കൻഡിൽ ആ ഭീമൻ പാമ്പ് അവരുടെ മുമ്പിലേക്ക് വരികയും ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പാമ്പിനെ അവർ കാണുന്നത്. ഒരു ദിനോസറിന്റെ അത്രയും സൈസ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗ്രിഫ് വേഗം ചെന്നിട്ട് വണ്ടി എടുത്തു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതിൽ നിന്നും അതിന്റെ ബാറ്ററി ഊരിക്കിടക്കാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അത് പ്ലഗ് ഇൻ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവർ നോക്കുമ്പോൾ പുറത്ത് പാമ്പിന്റെ അനക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഡഗ് പതുക്കെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ബോണറ്റ് തുറന്നിട്ട് ആ ബാറ്ററി കണക്ട് ചെയ്തു. എന്നാൽ പെട്ടെന്നാണ് ആ പാമ്പ് ഡഗിന്റെ സൈഡിലൂടെ വരുന്നത്. അതൊരൊറ്റ ചാട്ടം അവന്റെ നേർക്ക്. എന്നാൽ അവൻ പുറകിലോട്ട് മാറിയതുകൊണ്ട് അതിന് പിടുത്തം കിട്ടിയില്ല. അങ്ങനെ വേഗം തന്നെ ഡഗ് വണ്ടിക്കകത്ത് കയറി. ഈ സമയമാകുമ്പോഴേക്കും ഗ്രിഫ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഡഗ് വണ്ടിക്കകത്തേക്ക് കയറിയതും വളരെ വേഗത്തിൽ പാമ്പ് പാവനെ പിടിക്കാൻ വീണ്ടും വന്നു. അതായത് പിടിക്കുമ്പോഴേക്കും ഡഗ് ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ വേഗം തന്നെ അവർ വണ്ടി മുന്നോട്ടെടുത്തു. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം ആ കാട്ടിൽ ആ ബൈക്കിലുണ്ടായിരുന്ന കുറേമാരുണ്ടല്ലോ, അവന്മാരെല്ലാം ഇപ്പൊ ഇവരുടെ പുറകെ വരികയാണ്. ഇതെല്ലാം പുറകിലിരിക്കുന്ന കെന്നിയും കണ്ടു. കെന്നി പറയുന്നത്, ദേ കുറെ അവന്മാർ നമ്മുടെ പുറകെ വരുന്നു, നമുക്ക് അവരോട് സഹായം ചോദിച്ചാലോ? നീ എന്ത് മണ്ടത്തരാണ് ഈ കെന്നി പറയുന്നത്? അതാരാണെന്ന് നിനക്കറിയോ? ഈ കാട്ടിൽ ഇല്ലീഗലായിട്ട് ഗോൾഡ് കുഴിച്ചെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇത് അവന്മാരുടെ ടെറിട്ടറിയാണ്. ഇപ്പൊ നമ്മളെങ്ങാനും വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അവന്മാർ നമ്മുടെ എല്ലാവരുടെയും പണി തീർക്കും. അതുകൊണ്ട് ഒന്നും നോക്കാതെ മുന്നോട്ട് വിട്ടോ എന്നാണ് അന്ന പറയുന്നത്. പക്ഷെ അവന്മാരിങ്ങനെ വിടാതെ ഫോളോ ചെയ്യുന്ന കാണുമ്പോൾ അന്ന വണ്ടിക്കകത്തുനിന്നും തോക്കെടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ നേരത്തെ വെടിവെപ്പിന് ശേഷം എങ്ങനെയൊക്കെയോ അവൾ അവന്മാരെല്ലാവരെയും വെടിച്ചു വീഴ്ത്തി. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം അവർ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ നേരെ പോകുന്നത് അവരുടെ ബോട്ടിലേക്കാണ്. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോൾ ബോട്ടിനകത്താണെങ്കിൽ ആ താടിക്കാരൻ നിൽക്കുന്നു, തോക്കും പിടിച്ചുകൊണ്ട്. അന്നെ എവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾ പുറകിലൂടെ വന്നിട്ട് അയാൾ അടിച്ചു വീഴ്ത്തി. അതോടുകൂടെ അയാളുടെ ബോധം പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ അടിച്ചിട്ടതിന് ശേഷം എല്ലാവരും ഇപ്പോൾ ബോട്ടിലേക്ക് കയറി. ബോട്ടിലേക്ക് ചെന്നതിന് ശേഷം അവരിപ്പോൾ ഒരു മീറ്റിംഗ് കൂടി. അന്നെ പറയുന്നത്, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളെ ഞാൻ ഇവിടുന്ന് പുറത്തെത്തിച്ചേരാമെന്നാണ്. ഡഗ്ഗിന് അത് തന്നെയായിരുന്നു വേണ്ടത്. എന്നാൽ ഗ്രിഫ് പറയുന്നത്, നമ്മൾ വെറും കൈയോടെ പോയാൽ എങ്ങനെയാണ്, നമുക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കണ്ടേ? എനിക്കും അത് തന്നെയാണ് ആഗ്രഹം ഗ്രിഫ്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ആനക്കൊണ്ടയുടെ സിനിമ പിടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ആനക്കൊണ്ട നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്ത് ധൈര്യത്തിൽ നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങും? അതുകൊണ്ട് ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഡഗ് പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഗ്രിഫ് എഴുന്നേറ്റ് പോയി. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഡഗ് പിന്നെ ആലോചിക്കാൻ തുടങ്ങി. ഈ സമയം അവന്റെ മകൻ കൊടുത്തൊരു ട്രോഫി ഉണ്ടായിരുന്നല്ലോ, അവൻ അതും എടുത്തു നോക്കി. അതും കൂടെ കാണുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഡഗിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ സിനിമ പൂർത്തിയാക്കണം. അതുകൊണ്ട് അവൻ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ഇത്തവണ ഒരു പുതിയ ക്യാരക്ടറിനെയും കൂടെ അവൻ ആഡ് ചെയ്തു. അത് അന്നയായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അവൻ ഷൂട്ടിംഗ് ആരംഭിച്ചു. അന്നയെ വെച്ചിട്ടാണ് അവൻ കൂടുതൽ ഫുട്ടേജും എടുക്കുന്നത്. നായകനും നായികയായ ഗ്രിഫിനെയും ക്ലെയറിനെയും അവൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അവരും അത് ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ദേഷ്യം വന്നു.
അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവർ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. ഒരു ലക്ഷൂറിയസ് ബോട്ട് അതിൽ കടന്നു പോകുന്നു. ഒരു സംശയത്തിന്റെ പേരിൽ എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് അവർ വിളിച്ചു ചോദിക്കുമ്പോൾ അതിലൊരു ലേഡി പറയുന്നത്, ഞങ്ങൾ സോണി കമ്പനിയുടെ ആൾക്കാരാണ്, അനക്കൊണ്ട സിനിമയുടെ റീബൂട്ട് എടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ലേഡി പറയുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. അപ്പൊ ഈ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് ഗ്രിഫ് കളവ് പറഞ്ഞതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഡഗ് ഇപ്പം ആ കാര്യം അവനോട് ചോദിക്കുകയും ചെയ്തു. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവനതിന് സമ്മതിച്ചു. അതെ, ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞാണ്. സത്യം നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ പിടിക്കാൻ നിങ്ങൾ ഈ കാട്ടിലേക്ക് വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞത് എന്നാണ് ഗ്രിഫ് പറയുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഡഗിനത് ക്ഷമിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിന്നെ എനിക്ക് ഇനി ആവശ്യമില്ല എന്നാണ് ഡഗ് ഇപ്പൊ ഗ്രിഫിന്റെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പം അതിന് നിന്നെ ഇനി ആർക്കും വേണം, ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവന്റെ ബോട്ടിലേക്ക് കയറുമ്പോൾ ക്ലെയർ ചോദിച്ചു അവനോട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതേക്കുമ്പോൾ നീ നേരത്തെ കണ്ടില്ലേ സോണി പിക്ചേഴ്സിന്റെ ടീം, ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് ഗ്രിഫ് ബോട്ട് എടുത്തുകൊണ്ട് അവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഗ്രിഫ് ഇപ്പം ആ സോണി പിക്ചേഴ്സിന്റെ ആൾക്കാരെ അന്വേഷിച്ച് ആ പുഴയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ടവൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ ബോട്ട് മൊത്തം അവിടെ താർന്നു കിടക്കുന്നു. അത് ആ അനക്കൊണ്ടയുടെ പണിയാണ് എന്ന കാര്യം ഒരു മനസ്സിലായി. അങ്ങനെ അവനിപ്പോൾ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കരയിൽ നിന്നും ആ പെണ്ണിന്റെ നിലവിളി കേൾക്കുന്നത്. അവളിപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന ഗ്രിഫ് ഇപ്പോൾ ബോട്ട് അവളുടെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ അനക്കൊണ്ട വന്നിട്ട് അവളെ പിടിക്കുന്നത്. ഒറ്റ സെക്കൻഡോട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കാണുന്ന ഗ്രിഫ് ആണെങ്കിൽ പേടിച്ച് വേഗം തന്നെ ബോട്ടിൽ ഇരിച്ചു. ഈ സമയം ഡഗ് ആണെങ്കിൽ ഷൂട്ടിങ്ങിനുള്ള പരിപാടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്ലെയറും കെന്നിയും അതിന് സമ്മതിക്കുന്നില്ല. ഗ്രിഫ് തിരിച്ചു വന്നാലേ ഇനി ഷൂട്ടിങ്ങിന് ഞങ്ങളുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അതിനിടയിലാണ് ഇവർ തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അന്ന അവിടെ കിടന്നിട്ട് തോക്കെടുത്തു. എന്നിട്ട് അവൾ പറയുന്നത്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അവൾ അവരെയും വിളിച്ചുകൊണ്ട് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവൾ അവരെ കൊണ്ടുപോകുന്നത് കുറച്ച് അപ്പുറത്തുള്ള ഒരു ഡെക്കിലേക്കാണ്. അവിടെ കുറെ ബാഗ് വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് അവരുടെ ബോട്ടിലേക്ക് കയറ്റണം എന്നാണ് അവൾ അവരുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ആ ബാഗിന്റെ അകത്ത് എന്താണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡഗ് ഇപ്പം ആ ബാഗിനുള്ളിൽ എന്താണെന്ന് ചെക്ക് ചെയ്തു. നോക്കുമ്പം അത് മൊത്തം സ്വർണ്ണമാണ്. അതിൽ നിന്നും അപ്പൊ ഇവളും ആ ഇല്ലീഗലായിട്ട് സ്വർണം കുഴിച്ചെടുക്കുന്ന ആൾക്കാരിൽ പെട്ടതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതും കൂടി ആയപ്പം ഡഗിന് ശരിക്കും ദേഷ്യം വന്നു. അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുഴയിലേക്ക് ഒരൊറ്റയേറി. എന്നാൽ ഈ സമയത്താണ് ആ താടിക്കാരൻ അങ്ങോട്ട് വരുന്നത് തോക്കുമായിട്ട്. ഇവിടെയാണ് ഇയാൾ ആരാണെന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നത്. ഇയാൾ ഒരു പോലീസുകാരനാണ്. ഇല്ലീഗലായിട്ട് സ്വർണം കുഴിച്ചെടുക്കുന്ന ആൾക്കാരെ പിടിക്കുക, അതാണ് ഇയാളുടെ ജോലി. അതുകൊണ്ട് അന്നയെ പിടിക്കാനാണ് ഇയാൾ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അയാളിപ്പോൾ ഡഗിന്റെയും കൂട്ടരുടെ അടുത്ത് പറയുമ്പോഴാണ് കുറച്ച് അപ്പുറത്ത് നിന്നും ഗ്രിഫ് ആ പോലീസുകാരെ ഷൂട്ട് ചെയ്യുന്നത്. അത് അയാളുടെ കാലിലാണ് കൊള്ളുന്നത്. അതോടുകൂടി അയാൾ താഴേക്ക് വീണു. അതിനെ തുടർന്ന് ഗ്രിഫ് ഇപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അപ്പോഴേക്കും അന്ന അവളുടെ തോക്കെടുത്തു. ഈ സമയത്താണ് താഴെ കിടക്കുന്ന പോലീസുകാരൻ അയാളുടെ തോക്കെടുക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ അന്ന അയാളെ വെടിവെച്ചു വന്നു. എന്നിട്ട് അവൾ തോക്കെടുത്തിട്ട് നേരെ പോകുന്നത് ക്ലെയറിന്റെ അടുത്തേക്കാണ്. എന്നാൽ അത് കണ്ടതും ക്ലെയർ അവളുടെ കയ്യിൽ നിന്നും ആ തോക്ക് ഇങ്ങോട്ട് തട്ടിയെടുത്തു. അത് കാണുന്ന അന്നയും വിട്ടുകൊടുക്കുന്നില്ല. അവളിപ്പോൾ ക്ലെയറിന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് തട്ടിയെടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ആനക്കൊണ്ട് അങ്ങോട്ട് ചാടി വീഴുന്നത്. ഒറ്റച്ചാട്ടത്തിന് അത് പന്നയും പിടിച്ചുകൊണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. അന്നയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഇതും കൂടെ കണ്ടപ്പം എല്ലാവരും പേടിച്ച് ആ ഡെക്കിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഓടി കാട്ടിലൊരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒരു പണി കിട്ടുന്നത്. ഡെക്കിന് ഏതൊരു ചിലന്തി കടിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലും ആ ചിലന്തി കടിച്ചെടുത്തേക്ക് മൂത്രമൊഴിക്കണം, എങ്കിൽ മാത്രമേ അത് പോയിസൺ ആവാതിരിക്കത്തുള്ളൂ. പക്ഷെ പബ്ലിക് ആയതുകൊണ്ട് ക്ലിയറിന് പറ്റത്തില്ല. ഗ്രിഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവനിപ്പോൾ മൂത്രമൊഴിക്കാനില്ല. ആകെയുള്ളത് കെന്നിയാണ്. പക്ഷെ അവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവന് മൂത്രമൊഴിക്കാൻ വരത്തില്ല. എല്ലാവരും അവനെങ്ങനെ നിർബന്ധിച്ചു നോക്കി. അവസാനം അവൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് സംഭവിച്ചു. പക്ഷെ അവൻ ഇരിക്കാൻ ഒരു കസേര വേണം. കാട്ടിലെവിടുന്ന് കസേര ഇട്ടാനാണ്. അതുകൊണ്ട് അവരൊരു കസേര ഉണ്ടാക്കി. അതായത് ഡഗ് താഴെ കിടന്നു. അവന്റെ വയറിന്റെ മുകളിലായിട്ട് ഗ്രിഫ് ഇങ്ങനെ കുനിഞ്ഞു നിന്നു. എന്നിട്ട് അവന്റെ മുകളിലാണ് കെന്നി ഇരിക്കുന്നത്. ഇങ്ങനൊരു സെറ്റപ്പിൽ അവൻ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അവന് മൂത്രമൊഴിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ കെന്നിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു, ബാക്കിയുള്ളവർക്കും. കാരണം 35 വർഷമായി ഇവൻ ഈ പബ്ലിക്കിലൊന്ന് മൂത്രമൊഴിക്കാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെ അവർ പിന്നെ അവിടെ നടക്കാൻ തുടങ്ങി. ഇപ്പൊ അവർ കൊടും കാട്ടിന് നടുവിലാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് ആനക്കൊണ്ട മുകളിൽ നിന്ന് വന്നിട്ട് ഡഗിനെ പിടിക്കുന്നത്. ഒറ്റ സെക്കൻഡോട് തന്നെ അത് അവനെയും കൊണ്ട് മുകളിലേക്ക് പോവുകയും ചെയ്തു. ഇത് കാണുന്ന എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത കൂടെ അവരുടേതാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരവിടെ റെസ്റ്റ് എടുത്തു. എന്നാൽ ഈ സമയത്താണ് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. പാമ്പ് അനങ്ങുന്ന ശബ്ദം. പക്ഷെ അവർ നോക്കിയിട്ട് പാമ്പിനെ കാണുന്നില്ല. എങ്കിലും പാമ്പ് ആ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ പിന്നെ അവിടെ നടക്കുകയാണ്. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. അത് ഡഗ്ഗായിരുന്നു. പാമ്പ് വിഴുങ്ങിയതിനു ശേഷം അതിപ്പോൾ ഡഗ്ഗിനെ തുപ്പി. ഡഗ്ഗിനെ മാത്രമല്ല, ഒരു പന്നിയെ കൂടെ അത് തുപ്പിയിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ശരിക്കും വിഷമം വന്നെങ്കിലും ഇപ്പൊ കെന്നി ഒരു കാര്യം പറഞ്ഞു. എന്തായാലും ഡഗ് മരിച്ചു, പാമ്പാണെങ്കിൽ നമ്മുടെ പുറകിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡഗ്ഗിനെ അതിന് ഇരയായിട്ടിട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം എന്നാണ് കെന്നി പറയുന്നത്. ആദ്യം അതിന് സമ്മതിച്ചില്ലെങ്കിലും ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരും അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ ഡഗ്ഗിനെ ഒരു ഫീൽഡിൽ ഇരുത്തി. എന്നിട്ട് പന്നിയെ അവന്റെ പുറത്ത് വെച്ചിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ചുറ്റി. മാത്രമല്ല അവന്റെ വായ്ക്കകത്ത് ചത്ത ഒരു അണ്ണാനെ കൂടെ വെച്ചു കൊടുത്തു.
അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവരോടൊന്ന് ഓടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പാമ്പ് ഡെഗിനെ പിടിക്കാൻ വന്നു. ഇതെല്ലാം ദൂരെ നിന്ന് ഗ്രിഫും കൂട്ടരും കാണുന്നുണ്ട്. എന്നാൽ പാമ്പ് തൊട്ടടുത്തെത്തിയതും ഡെഗ് കണ്ണു തുറന്നു. അവൻ മരിച്ചിട്ടില്ല. അത് കണ്ടതും ഗ്രിഫും കൂട്ടരും അവനോട് അവിടുന്ന് ഓടാൻ പറഞ്ഞു. ഈ സമയത്താണ് പാമ്പ് വരുന്നത് അവനും കാണുന്നത്. അതുകൊണ്ട് ഡെഗ് അവിടുന്ന് ഓടി. എന്നാൽ അവൻ അവിടുന്ന് ഓടിക്കഴിയുമ്പോൾ പന്നിക്ക് ജീവൻ വെച്ചു. അതും ചത്തിട്ടില്ല. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പാമ്പ് പെട്ടെന്ന് ഒരൊറ്റ ചാട്ടം. ഭാഗ്യത്തിന് അതിന് പിടുത്തം കിട്ടുന്നത് ഡെഗിന്റെ തോളത്തിരിക്കുന്ന പന്നിയാണ്. അങ്ങനെ പാമ്പ് ആ പന്നിയെ കൊണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം എങ്ങനെയൊക്കെയോ ഡെഗും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സമയം രാത്രി അവർ നടന്ന് ഇപ്പൊ ഒരു സെറ്റ് ഇട്ട സ്ഥലത്തേക്ക് എത്തി. ഇവിടെ വെച്ചാണ് അനക്കൊണ്ട സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ സോണിക്കാർ തീരുമാനിച്ചിരുന്നത്. അതിന്റെ സെറ്റാണത്. പക്ഷെ അവർ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഈ സമയത്താണ് അവിടെ വെച്ചിരിക്കുന്ന വയർലെസ് അവർ കാണുന്നത്. അതിലാരോ സംസാരിക്കുന്നുണ്ട്. അവരതിനടുത്തേക്ക് നോക്കി. പക്ഷെ എന്താണ് അതിൽ സംസാരിക്കുന്നത് എന്നവർക്ക് ക്ലിയർ ആവുന്നില്ല. അവരത് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരുത്തൻ അങ്ങോട്ട് വരുന്നത്. അവന്റെ കയ്യിൽ ഒരു ഫ്ലെയർ ഗണ്ണും ഉണ്ട്. വന്ന ഉടനെ തന്നെ അവൻ മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. മറ്റൊന്നുമല്ല, അവിടുത്തെ ഒരു പോസ്റ്റിന്റെ മുകളിലായിട്ട് ആ പാമ്പ് ഇരിക്കുന്നുണ്ട്. 2 തവണ അവൻ അതിന്റെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആ പാമ്പ് താഴേക്ക് വീണു. ഇനിയിപ്പോൾ ആ ഷൂട്ട് ചെയ്തവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനക്കൊണ്ട ഫസ്റ്റ് സിനിമ കണ്ടവർ ഇവനെ മറന്നിട്ടുണ്ടാവത്തില്ല. ഇവന്റെ യഥാർത്ഥ പേര് ഐസ് ക്യൂബ്. ഇവൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ്. അങ്ങനെ അവൻ എല്ലാവരെയും കൂട്ടി ഒരു ടെന്റിനകത്ത് കയറി എന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഈ പാമ്പാണ് ആ സെറ്റ് മൊത്തം നശിപ്പിച്ചത്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറെ ആൾക്കാർ അത് കൊല്ലുകയും ചെയ്തു. ബാക്കിയുള്ളവരാണെങ്കിൽ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. ഐസ് ക്യൂബ് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡഗ് ചോദിക്കുന്നത് എങ്ങനെ ഈ പാമ്പിനെ കൊല്ലാന്നാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഐസ് ക്യൂബിനൊന്നും അറിയത്തില്ല. അവൻ പറയുന്നത് ഈ പാമ്പിനെ കൊല്ലുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കുറെ എക്സ്പ്ലോസീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ ബാക്കിയുള്ളവരെ കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഐസ് ക്യൂബ് അവിടുന്ന് പോയി. അങ്ങനെ ഐസ് ക്യൂബ് പോയി കഴിയുമ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് തന്നെ ആ പാമ്പിനെ കൊല്ലാം എന്നവർ തീരുമാനിച്ചു. മാത്രമല്ല അതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം എന്നും കൂടെ അവർ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവർ തുടങ്ങി. ക്യാമറ എല്ലാം അവർ ഓണാക്കി. ആ എക്സ്പ്ലോസീവ് ഫയർ ചെയ്യാൻ വേണ്ടി ക്ലെയറിനെയും കെന്നിയാണ് അവരെ ഏൽപ്പിക്കുന്നത്. അതിനുശേഷം ഡെഗും ഗ്രിഫും കൂടെ ഒരു ചെറിയ വണ്ടിക്കകത്ത് കയറി ആ പാമ്പിനെ അട്രാക്ട് ചെയ്യാൻ. അങ്ങനെ അവർ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം പാമ്പ് അവരുടെ പുറകെ വന്നു. അത് കണ്ടതും അവർ വളരെ വേഗത്തിൽ ആ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പാമ്പാണെങ്കിൽ അവരെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം കെന്നിയും ക്ലെയറും കൂടെ ആ മെയിൻ സ്വിച്ച് ഓണാക്കി. അതിന് തുറന്ന് അവിടെ നടക്കുന്നത് ഒരു ഗംഭീര പൊട്ടിത്തെറിയാണ്. പാമ്പിപ്പം ആ പൊട്ടിത്തെറിക്കിടെ കൂടിയാണ് വരുന്നത്. എന്നാൽ അവരുടെ കാലക്കേടിന് ആ പാമ്പിനൊന്നും പറ്റിയില്ല. അത് കാണുന്ന ഡെഗും കൂട്ടിനും വേഗം അവിടുന്ന് ഓടി. എന്നാൽ ഒരിടത്തെത്തി കഴിയുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ സ്ഥലമില്ല. അത് ഡെഡ് എൻഡ് ആണ്. തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പാണെങ്കിൽ അവരുടെ തൊട്ടടുത്തെത്തി. ഇനി എന്ത് ചെയ്യും? അപ്പൊ എന്തായാലും പാമ്പ് അവരെ കൊല്ലും എന്ന കാര്യപ്പ് ഡെഗിന് മനസ്സിലായി. എന്നാൽ ഗ്രിഫ് ആണെങ്കിൽ നല്ല ധൈര്യത്തിലാണ്. ഈ ഡെഗ് പണ്ട് ഷൂട്ട് ചെയ്ത ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, അതിലെങ്ങനെയാണോ അവൻ ആ കരടിയെ കൊല്ലാൻ മുന്നിട്ട് ഇറങ്ങിയത് അതേപോലെ തന്നെ ഈ പാമ്പിനെ കൊല്ലാനും അവനൊരു ഫ്ലെയർ ഗണ്ണുമായിട്ട് മുന്നോട്ട് വരികയാണ്. ആ പാമ്പ് നിൽക്കുന്നതിന്റെ താഴെയായിട്ട് ഗ്യാസ് സിലിണ്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അവൻ അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അത് പൊട്ടിത്തെറിച്ച് പാമ്പ് ഇങ്ങനെ പീസായിട്ട് ചിതറിപ്പോയി. മാത്രമല്ല ആ ഒരു പൊട്ടിത്തെറിയിൽ അവരും തെറിച്ചുപോയി. ആ പാമ്പിന്റെ കഷ്ണങ്ങളൊക്കെ അവര് വീണ് കിടക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് വന്ന് വീഴുന്നത്. അങ്ങനെ പാമ്പ് ചത്തുന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പാമ്പിന്റെ തല മാത്രം എഴുന്നേറ്റ് വരുന്നത്. അത് കണ്ടതും ഡഗ് ഓടി വന്നൊരൊറ്റ ചാട്ടം. അവന്റെ കയ്യിൽ അവന്റെ മകൻ കൊടുത്ത ട്രോഫി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവൻ ആ പാമ്പിന്റെ തലയ്ക്കൊരു കുത്തു കൊടുത്തു. അതോടുകൂടെ ആ തലയും ചത്തുപോയി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ആ പാമ്പിനെ പണിയേർത്തു. അതിനെ തുടർന്ന് അവരെല്ലാവരും അവിടെ എഴുന്നേറ്റ് നടക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഇവരെല്ലാവരും നാട്ടിൽ തിരിച്ചെത്തിയിട്ട് അവർ ഷൂട്ട് ചെയ്ത സിനിമയുണ്ടല്ലോ, അത് തിയേറ്ററിൽ കാണിക്കുന്നതാണ്. പക്ഷെ ഇവർക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവരുടെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് കാണിച്ചു കൊടുക്കാം. അതാണ് ഇപ്പോൾ അവരവിടെ ചെയ്യുന്നത്. അത് കണ്ട എല്ലാവർക്കും തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അത്രയും റിസ്ക് എടുത്തിട്ടാണല്ലോ അവർ ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സിനിമ അവസാനിക്കുമ്പോൾ അവരൊരു ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സാന്റിയാഗോയ്ക്കും അവന്റെ പാമ്പിനുമാണ്. ആ ഒരു സീൻ വന്നപ്പോൾ കെന്നിയാണെങ്കിൽ കരഞ്ഞുപോയി. അങ്ങനെ തിയേറ്ററിൽ ആ ഷോ ഒക്കെ കാണിച്ചതിന് ശേഷം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ സോണിയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. പക്ഷെ സോണിക്കാർ പെർമിഷൻ കൊടുത്തില്ല. അതുകൊണ്ട് സിനിമ പെട്ടിയിൽ തന്നെ കിടന്നു. അങ്ങനെ സിനിമ പെട്ടിയിലായതുകൊണ്ട് നമ്മുടെ ഡെഗ് ആണെങ്കിൽ പിന്നെയും പഴയ പണിക്കിറങ്ങി. വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട്. ഇപ്പൊ ഗ്രിഫും ക്ലെയറും കല്യാണം കഴിച്ചു. അവരുടെ ഒരു വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എടുത്തത് നമ്മുടെ ഡെഗ് ആണ്. വളരെ വെറൈറ്റി ആയിട്ട് അവളുടെ വയറ് കീറിയ ഒരു കൈ പുറത്തു വന്നിട്ട് ആ കൈ ഗ്രിഫിനെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ട്. ഇനിയിപ്പോൾ ഗ്രിഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ പിന്നെയും പഴയ പണി തന്നെ തുടങ്ങി. സീരീസിൽ അഭിനയിക്കുക. സ്വാറ്റ് എന്ന് പറയുന്ന സീരീസിലാണ് അവനിപ്പോൾ അഭിനയിക്കുന്നത്. അതിന്റെ ഒഫീഷ്യൽ പോസ്റ്ററിൽ അവന്റെ ഫോട്ടോയുണ്ട്. പക്ഷെ അവനെ കാണുന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ കെന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവനിപ്പോൾ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് മൂത്രം വയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഡെഗിനെ കാണാൻ വേണ്ടി അവന് വീട്ടിലേക്ക് ഒരു ലേഡി വരുന്നത്. അത് മറ്റാരുമല്ല, ജെന്നിഫർ ലോപ്പസ്. അവളിപ്പോൾ ഡെഗിനോട് പറയുന്നത്, നീ എടുത്ത അനക്കൊണ്ട സിനിമ ഞാൻ കണ്ടു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പം ഒരു അനക്കൊണ്ട സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നീ ഡയറക്റ്റ് ചെയ്യണം. ഇതിൽ പരം അവന് വേറെന്ത് സന്തോഷമുണ്ട്. പക്ഷെ അവൻ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ബോധം കിട്ടുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. അതിൽ ഇനിയൊരു ട്വിസ്റ്റ് കൂടെ ബാക്കിയുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ആ സാന്റിയാഗോ മരിച്ചിട്ടില്ല.
അവനില്ലെങ്കിൽ പിന്നെ എന്ത് സിനിമ? അവൻ ആ പാമ്പ് വിഴുങ്ങിയതിന് ശേഷം അവനെ തുപ്പിക്കളഞ്ഞല്ലോ. ഇപ്പൊ അവന് ബോധം വന്നു. അവൻ ജീവനോടെ ഉണ്ട് എന്ന് അവന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.